ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് നമ്മൾ ഡീൽ ചെയ്യാന്ന് പറഞ്ഞാല് തെർമോഡൈനാമിക്കൽ സിസ്റ്റത്തിനെ മൈക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സ്റ്റഡി നടത്തുകയാണ്. ഓക്കെ, നമുക്കൊരു സിസ്റ്റത്തിനെ തെർമോഡൈനാമിക്കൽ സിസ്റ്റം എന്നും ക്വാണ്ടം സിസ്റ്റം എന്നും രണ്ടായിട്ട് തിരിക്കാം. ഈ ക്വാണ്ടം സിസ്റ്റത്തില് നമ്മൾ എന്താ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ സ്റ്റഡി നടത്തുക? മൈക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂയിലുള്ള സ്റ്റഡീസ് ആണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് നടത്തുക. മൈക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂ. നമ്മൾ തെർമോഡൈനാമിക്സിൽ എന്താ സ്റ്റഡി നടത്തുക? തെർമോഡൈനാമിക്സ് എപ്പോഴും പറയുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ആണ് ഫസ്റ്റ് നമുക്ക് മനസ്സിൽ വരിക. നമ്മളൊരു ഒരു ചെറിയൊരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ടെമ്പറേച്ചർ അല്ലേ നമ്മൾ എപ്പോഴും അളക്കുക, അല്ലാതെ അതിലുള്ള ഓരോ ആറ്റവും പോയി അല്ലെങ്കിൽ ഓരോ ചെറിയ സാധനവും പോയി നമ്മൾ അളക്കില്ലല്ലോ. ടോട്ടൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് മാക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ തെർമോഡൈനാമിക്കൽ സിസ്റ്റം എന്ന് പറയുക. തെർമോഡൈനാമിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ മാക്രോസ്കോപ്പിക് വേരിയബിൾസിനെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. മാക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂ. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ലിങ്ക് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. അതിന്റെ ലിങ്ക് ആണ് ഇത് തമ്മിലുള്ള ഒരു ലിങ്ക്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഇത് തമ്മിലുള്ള ഒരു ലിങ്ക്. തെർമോഡൈനാമിക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സിസ്റ്റത്തിനെ മൊത്തമായിട്ട് മെഷർ ചെയ്യുന്ന ഒരു വേരിയബിൾ, അല്ലാതെ നമ്മൾ ഓരോ ആറ്റത്തിലും പോയി മെഷർ ചെയ്യുന്നതല്ല, സിസ്റ്റം മുഴുവനായിട്ട്. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ വോളിയം. ഒരു സിസ്റ്റത്തിന്റെ വോളിയം ആണ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ എനർജി, അല്ലെങ്കിൽ എൻട്രോപ്പി. അതാണ് മാക്രോസ്കോപ്പിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഇത്രയേ ഉള്ളൂ. ഒരു മൈക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂവും ഒരു മാക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂവും തമ്മിലുള്ള ഒരു ലിങ്ക്. Then macroscopic variables. ആദ്യത്തെ വേരിയബിൾ ഏതാണെന്ന് നിങ്ങൾക്ക് കിട്ടി. ഏതാണ്? ടെമ്പറേച്ചർ. മൈക്രോസ്കോപ്പിക് വേരിയബിൾ ടെമ്പറേച്ചർ. പിന്നെ വോളിയം, പിന്നെ എനർജി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, എൻട്രോപ്പി, എക്സെട്ര. ഈ മാക്രോസ്കോപ്പിക് വേരിയബിളിനെ നമ്മൾ രണ്ടാക്കി തിരിക്കും, എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക്കും. ആദ്യം ഇതിൽ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്, കുറച്ച് വേർഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഇതൊക്കെ പറയുന്നത്. എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക്. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡിപ്പെൻഡ്സ് ഓൺ മാസ്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ഡസ് നോട്ട്
ഡിപ്പെൻഡ്സ് ഓൺ മാസ്. ഇനി അടുത്തത് നമ്മൾ സ്റ്റാറ്റ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫേസ് സ്പേസ്. ഫേസ് സ്പേസ് ഇതുമായിട്ട് ഈ ഫേസ് സ്പേസിൽ നിന്ന് ഈ തവണ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫേസ് സ്പേസ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു. ഫേസ് സ്പേസ് ഫേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മൊമെന്റം പൊസിഷൻ ഡയഗ്രാം. മൊമെന്റം പൊസിഷൻ ഡയഗ്രാം ഫേസ് സ്പേസ്. മൊമെന്റം പൊസിഷൻ നമുക്ക് രണ്ട് കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു കോർഡിനേറ്റ് പി ആയിരിക്കും, ഒരു കോർഡിനേറ്റ് ക്യൂ ആയിരിക്കും. ഓക്കെ, നമ്മള് ജനറൽ കോർഡിനേറ്റ്സിനെ Q1 Q2 QI എന്നല്ലേ അല്ലെങ്കിൽ QJ എന്നല്ലേ റെപ്രസെന്റ് ചെയ്യുക, ആ Q. പിന്നെ മൊമെന്റം. ഇതാണ് വൺ ഡയമെൻഷണൽ സ്പേസ്. വൺ ഡയമെൻഷണൽ സ്പേസ്. വൺ ഡയമെൻഷണൽ ഫേസ് സ്പേസിൽ ഒരു മൊമെന്റവും ഒരു പൊസിഷനും ഉണ്ടാവും. 2 ഡയമെൻഷനിൽ രണ്ട് മൊമെന്റവും രണ്ട് പൊസിഷനും ഉണ്ടാവും. 3 ഡയമെൻഷനിൽ 3 മൊമെന്റവും 3 പൊസിഷനും ഉണ്ടാവും. നമ്മളൊരു സാധാരണ ഒരു വൺ ഡയമെൻഷൻ എന്ന് പറയുന്നത് എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ഇസഡ്, ഒരൊറ്റ കോർഡിനേറ്റേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഫേസ് സ്പേസിലെ ഒരൊറ്റ കോർഡിനേറ്റ്. ഫേസ് സ്പേസിലെ ഒരൊറ്റ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു മൊമെന്റവും അതിനൊരു പൊസിഷനും ഉണ്ടാവും. അതാണ് ഫേസ് സ്പേസിൽ നമ്മൾ പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഫേസ് സ്പേസ് ഡയഗ്രാം വരയ്ക്കാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ. ഇത്രേ ഉള്ളൂ മൊമെന്റം പൊസിഷൻ ഡയഗ്രാം. അതിന്റെ ഏറ്റവും ലീസ്റ്റ് ഒരു പാർട്ടിക്കിൾ, നമ്മൾ കോർഡിനേറ്റ്സ് എന്തിനാ അല്ലെങ്കിൽ എക്സ് വൈ സെഡ് ഒക്കെ എന്തിനാ? നമുക്ക് ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യാൻ, ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ റെപ്രസെന്റ് ചെയ്യാൻ. വൺ ഡയമെൻഷനിൽ ആണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഒരു എക്സ് പറഞ്ഞാൽ മതി. 2 ഡയമെൻഷനിൽ ആവുമ്പോൾ എക്സ് വൈ പറയണം. 3 ഡയമെൻഷനിൽ ആവുമ്പോൾ എക്സ് വൈ ഇസഡ് പറയണം. റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു, അതാണ് കോർഡിനേറ്റ്സ്. അതേപോലെ തന്നെ ഫേസ് സ്പേസ് ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു മൊമെന്റവും ഒരു പൊസിഷനും വെച്ചാണ്. ഓക്കെ, ഒരു കാര്യം പറയാം. ഇനി ഒരു പാർട്ടിക്കിൾ കൺസിഡർ one particle. Let its degree of freedom is 3. അതായത് എക്സ് വൈ സെഡ് വെച്ചാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഡിഗ്രി ഓഫ് ഫ്രീഡം 3, അല്ലെങ്കിൽ ഒരു ഫ്രീ പാർട്ടിക്കിൾ എടുത്താൽ മതി. ഈ സാധനം ഫേസ് സ്പേസിൽ വരുമ്പോൾ ഇതിന് 3 പൊസിഷൻ കോർഡിനേറ്റ് ഉണ്ടാവും. നമ്പർ ഓഫ് പൊസിഷൻ കോർഡിനേറ്റ് which is equal to x1, x2, x3. ഞാൻ ജനറൽ ആയിട്ട് x1, x2, x3 എന്ന് എടുത്തിട്ടുള്ളൂ. that is equal to 3. അതേപോലെ 3 വെലോസിറ്റി ഉണ്ടാവും. മൊമെന്റം എന്ന് പറയുന്നത് തന്നെയല്ലേ വെലോസിറ്റി. 3 മൊമെന്റം ഉണ്ടാവും അല്ലെങ്കിൽ 3 വെലോസിറ്റി ഉണ്ടാവും. pi, p1, p2, p3. then നിങ്ങളോട് ആരെങ്കിലും ഡയമെൻഷൻ ചോദിച്ചാൽ which is equal to 3, 3 എണ്ണം ഉണ്ട്. then dimension of phase space എന്ന് പറയുന്നത്, dimension of phase space എന്ന് പറയുന്നത് ഈ 3 കൂട്ടി 6 ആയിരിക്കും. അതായത് ഒരൊറ്റ പാർട്ടിക്കിൾ, ഒരു 3 ഡയമെൻഷൻ, നമ്മൾ വെറുതെ ഒരു പാർട്ടിക്കിൾ, അതിന് നമ്മൾ ഏതൊക്കെ കോർഡിനേറ്റ് പറയും? എക്സ് വൈ ഇസഡ് പറയും. ഫേസ് സ്പേസിലായതുകൊണ്ട് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണ്. അതായത് അതിന് മൊമെന്റം ഉണ്ട്, വെലോസിറ്റി ഉണ്ട്.
അപ്പൊ നമ്മൾ ആ പാർട്ടിക്കിളിനെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലും ഉള്ള വെലോസിറ്റി കൂടി പറയും. അതാണ് ഫേസ് സ്പേസിൽ പറയുന്നത്. അങ്ങനെ ഒരു സിംഗിൾ പാർട്ടിക്കിളിന് അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണെങ്കിൽ 3 പൊസിഷൻ കോർഡിനേറ്റും 3 മൊമെന്റം കോർഡിനേറ്റ് അല്ലെങ്കിൽ 3 വെലോസിറ്റി. വെറുതെ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിന് 3 ഡയറക്ഷനിലും വെലോസിറ്റി ഉണ്ടെന്ന് പറഞ്ഞൂടെ? അങ്ങനെ 3 പൊസിഷനും 3 മൊമെന്റും ഉണ്ടാവും. ടോട്ടൽ ഡയമെൻഷൻ ഓഫ് ഫേസ് സ്പേസ് എന്ന് പറയുന്നത് 6 ആണ്. Then volume of the unit cell. Volume of the unit cell. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. ഫേസ് സ്പേസിൽ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 1 ഡയമെൻഷൻ ആണ്. 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരു പൊസിഷനും ഒരു മൊമെന്റും ഉണ്ടാവും. ഫേസ് സ്പേസിലാണെങ്കിൽ ഒരു പൊസിഷനും ഒരു മൊമെന്റും ഉണ്ടാവും ഫേസ് സ്പേസിലാണെങ്കിൽ. Then നമ്മളിവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ് എടുത്തത്. 3 പൊസിഷനും 3 മൊമെന്റും ഉണ്ട്. അപ്പൊ ഇവിടെ വോളിയം എന്ന് പറയുന്നത് V ഈക്വൽ ടു 1 ഡയമണ്ട്. അതായത് നമ്മൾ സാധാരണ ഒരു വോളിയം പറയുന്നത് എങ്ങനെയാ? എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് അല്ലേ വോളിയം. അതേപോലെ ഇവിടെ ഡെൽറ്റ x1 ഇൻറ്റു ഡെൽറ്റ P1 ഇൻറ്റു ഡെൽറ്റ x2 ഡെൽറ്റ എക്സ് ഡോട്ട് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഡെൽറ്റ x1 ഇൻറ്റു ഡെൽറ്റ P1 ഇൻറ്റു ഡെൽറ്റ x2 ഡെൽറ്റ P2 ഇൻറ്റു ഡെൽറ്റ x3 ഡെൽറ്റ P3. നിങ്ങൾ ഇത് സാധാ കോർഡിനേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പൊ ഭയങ്കര എളുപ്പമായിരിക്കും. നമുക്ക് സാധാ ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡ് അങ്ങനെ 3 എണ്ണേ ഉള്ളൂ. അവിടെ വോളിയം എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ്. ഈ ഇത് എഴുതരുത്. ഒരു മൊമെന്റം ഫേസ് സ്പേസ് വരുമ്പോൾ നമ്മൾ ഒരു സിംഗിൾ സബ്ജക്ട് ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ ഏറ്റവും മിനിമം ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ പൊസിഷനും അതിന്റെ വെലോസിറ്റിയും പറയും. ഈ വെലോസിറ്റി എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഈ മൊമെന്റം എന്ന് പറയുന്നത്. മാസിന്റെ വെലോസിറ്റി അല്ലേ മൊമെന്റം. അപ്പം ഒരു സിംഗിൾ പാർട്ടിക്കിൾ ആകുമ്പോൾ നമ്മൾ അതിന്റെ എക്സും പിയും വെച്ചാണ് ഏറ്റവും ചെറിയ ഡയമെൻഷൻ. 1 ഡയമെൻഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സും അതിനൊരു പി ഉണ്ടാവും. അപ്പൊ അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ x1 P1 ഇൻറ്റു x2 P2 ഇൻറ്റു x3 P3. ഈ ഡെൽറ്റ എന്നിട്ടേക്കുന്ന വലിയ കാര്യമൊന്നുമില്ല. ഏറ്റവും ചെറിയ വോളിയം ആണെന്ന് കാണിക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനെ നമ്മൾ എച്ച് എന്ന് വിളിക്കും. നമ്മള് തെർമോഡൈനാമിക്സിൽ ഏറ്റവും ചെറുതാക്കി വരുമ്പോൾ എല്ലാം ഒന്നാണെന്നാണ് കൺസെപ്റ്റ്. Then h into that is equal to h cube. അതായത് നമ്മൾ തെർമോഡൈനാമിക്സിലെ ഏറ്റവും ചെറുതാക്കി വോളിയം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെൽറ്റ എടുത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ യൂണിറ്റ്സ് അല്ല. നമുക്ക് എന്തോരം ഡിവൈഡ് ചെയ്ത് ഏറ്റവും ചെറുതാക്കാവോ അത്രയും ചെറുത്. തെർമോഡൈനാമിക്സിൽ നമ്മൾ അത്രയും ചെറുതാക്കിയാലേ എല്ലാ സ്റ്റേറ്റും ഒരേപോലെ തോന്നും. എക്സും വൈ സെഡ് ഒക്കെ ഒരേപോലെ തോന്നും. അതുകൊണ്ടാണ് h into h into h എന്ന് എടുത്തത്. നമ്മൾ എൻസെമ്പിൾ തിയറി അത് നമ്മൾ ഇനി വരും. അതിൽ അങ്ങനെയാ പറയുക. എല്ലാ എൻസെമ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ യൂണിറ്റ്. എല്ലാ എൻസെമ്പിളും ഒരേപോലെ നമുക്ക് തോന്നും. തെർമോഡൈനാമിക്സ് നമ്മൾ ആ കൺസെപ്റ്റ് എടുക്കും. എല്ലാം സെയിം ആണെന്നുള്ള കൺസെപ്റ്റ് എടുക്കും. അങ്ങനെ എച്ച് ക്യൂബ് നടത്തും. ഇവിടം വരെ ക്ലിയർ ആണോ? ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിപ്പോ ഒരു പാർട്ടിക്കിള് അതിന്റെ സാധാ നമ്മൾ 3 ഡയമെൻഷണൽ വ്യൂ എടുത്തപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 എന്ന് വന്നു. ദെൻ അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എച്ച് ക്യൂബ് വന്നു. ദെൻ കൺസിഡർ one particle. Let degree of freedom equal to f. F എന്ന് പറഞ്ഞാൽ degree of freedom. Then
ഇറ്റ്സ് വോളിയം, ജനറൽ കേസ് ആണ് പറയുന്നത്, വോളിയം ഈക്വൽ ടു എച്ച് പവർ എഫ്. അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് ഇത്രയേ ഉള്ളൂ. നമ്മള് സാധാരണ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് വൈ ഇസഡ് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് Q1 P1 ഏറ്റവും 1 ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യാൻ, Q2 P2 2 ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യാൻ, Q3 P3 3 ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യാൻ. ഈ Q1 P1 എച്ച് എന്ന് വിളിച്ചു, ഇതിനെ എച്ച് എന്ന് വിളിച്ചു, ഇതിനെ എച്ച് എന്ന് വിളിച്ചു. അതായത് നമ്മൾ ഏറ്റവും ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ എല്ലാം സെയിം ആയിട്ട് തോന്നും. ഇനി ഒരു 1 ഡയമെൻഷൻ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ അതിനെ വോളിയം ഇല്ല എങ്കിലും നമ്മൾ അതിനെ വോളിയം എച്ച് എന്ന് എടുക്കും. 2 ഡയമെൻഷണൽ സിസ്റ്റം ആണെങ്കിൽ എച്ച് സ്ക്വയർ എന്ന് എടുക്കും. 3 ഡയമെൻഷണൽ സിസ്റ്റം ആണെങ്കിൽ എച്ച് ക്യൂബ് എന്ന് എടുക്കും. അത്രേ ഉള്ളൂ ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിച്ചത്. ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണെങ്കിൽ അതിനെ എച്ച് ക്യൂബ് എന്ന് എടുക്കും. ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണെങ്കിൽ അതിനെ എച്ച് സ്ക്വയർ എന്ന് എടുക്കും. ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണെങ്കിൽ അതിനെ എച്ച് എന്ന് എടുക്കും. അത്രേ ഉള്ളൂ. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഒരു കാര്യം കൂടി എഴുതണം. 1 പാർട്ടിക്കിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാലേ അതിന് പൊസിഷൻ കോർഡിനേറ്റ് Q1 Q2 Q3 എക്സെട്ര അപ് ടു QF വരെ ഉണ്ട്. മൊമെന്റം കോർഡിനേറ്റ് P1 P2 P3 എക്സെട്ര അപ് ടു PF വരെ ഉണ്ട്. ദെൻ ഡയമെൻഷൻ ഓഫ് ഫേസ് സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കഴിഞ്ഞ കേസിൽ 6 ആയിരുന്നു. അപ്പൊ ഈ കേസിലോ MENTION. ഡയമെൻഷൻ ഓഫ് ഫേസ് സ്പേസ് എന്ന് പറയുന്നത് 2 × F. അതായത് 3 എഫ് Q1 Q2 Q3 എക്സെട്ര അപ് ടു QF. അങ്ങനെ എഫ് വരെയുള്ള എഫ് നമ്പർ ഓഫ് ടൈംസ് പൊസിഷൻ കോർഡിനേറ്റും വേണം, എഫ് നമ്പർ ഓഫ് ടൈംസ് മൊമെന്റം കോർഡിനേറ്റും വേണം. അപ്പൊ ഡയമെൻഷൻ ഓഫ് ഫേസ് സ്പേസ് എന്നത് 2F, F + F. Then നമ്പർ ഓഫ്, നിങ്ങൾക്ക് എന്താ പറയാ, സ്റ്റാറ്റിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് ആണ് പറയുക. ഡിസ്ട്രിബ്യൂഷൻസ് പറയും. ഓക്കെ ഒന്നുമില്ല. ദെൻ നമ്പർ ഓഫ് അസസബിൾ സ്റ്റേറ്റ്സ് അടുത്തതാണ്. accessible state, number of accessible states. നിങ്ങൾക്കൊരു സിസ്റ്റം തന്നു, അങ്ങനെ വിചാരിക്കും. ഒരു സിസ്റ്റം തന്നു, അതിന്റെ പൊസിഷനും ഒക്കെ ഉണ്ട്. അതിന്റെ ടോട്ടൽ വോളിയവും ടോട്ടൽ മൊമെന്റവും കണ്ടെത്തുക ഡിവൈഡഡ് ബൈ യൂണിറ്റ് സെല്ലിന്റെ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് നമ്പർ ഓഫ് accessible states ഒമേഗ, which is equal to number of microstates is equal to number of microstates. ഒരൊറ്റ മൈക്രോസ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പൊസിഷനും ഒരു മൊമെന്റും വെച്ചാണ്. ദെൻ ഫുൾ മൈക്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പൊസിഷൻ ഇൻറ്റു ടോട്ടൽ മൊമെന്റം ഡിവൈഡഡ് ബൈ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം. ഡിഗ്രി ഓഫ് ഫ്രീഡം എഫ് ഉള്ള ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം എന്ന് പറയുന്നത് H⁴F ആണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെ പൊസിഷന്റെ അതായത് ടോട്ടൽ വോളിയം നിങ്ങൾക്ക് ഒരു സിസ്റ്റം തരും. അത് ഫേസ് സ്പേസിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റം തരും. ആ സിസ്റ്റം അതായത് ഫേസ് സ്പേസിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റം തന്നാൽ അതിന്റെ വോളിയം കണ്ടെത്തുക. ഫേസ് സ്പേസ് അതായത് നിങ്ങൾക്കൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു സിസ്റ്റം തരില്ലേ, ഒരു വോളിയം തരില്ലേ നമുക്ക്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഫേസ് സ്പേസിൽ ഒരു സിസ്റ്റം തരും. ഫേസ് സ്പേസിലുള്ള ഒരു സിസ്റ്റം, അതിന്റെ വോളിയം ആണ് ഞാൻ എഴുതി വെച്ചിരുന്നത്.
ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. അങ്ങനെ ഒന്നുകൂടെ എഴുതാം. വോളിയം ഓഫ് ഫേസ് സ്പേസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അതാണ് നമ്പർ ഓഫ് അക്സസിബിൾ സ്റ്റേറ്റ്സ് ഒമേഗ, അല്ലെങ്കിൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്. ഒമേഗ എന്നാണ് രണ്ടിനെ റെപ്രസെന്റ് ചെയ്യുക. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഒമേഗ. ഇതാണ് വോളിയം ഓഫ് ഫേസ് സ്പേസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒമേഗ ഈക്വൽ ടു വോളിയം ഓഫ് ഫേസ് സ്പേസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. വോളിയം ഓഫ് ഫേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൊമെന്റം പൊസിഷൻ ഗ്രാഫ് തരും. ആ ഗ്രാഫിന്റെ വോളിയം ഡിവൈഡ് ബൈ യൂണിറ്റ് സെല്ലിന്റെ വോളിയം. ഈ തന്നിരിക്കുന്നതേ സിംഗിൾ പാർട്ടിക്കിളിനാണ്. സിംഗിൾ പാർട്ടിക്കിൾ. ലെറ്റ് there exist n particles, then number of accessible state in the number of microstate omega equal to omega 1. ഒരൊറ്റ സ്റ്റേറ്റിന്റെ ഒരൊറ്റ പാർട്ടിക്കിളിന്റെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഓൾ പവർ n ആണ്. ഇതിനെ ഒമേഗ എന്ന് പറയും. അതായത് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഫോർ n പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സിംഗിൾ പാർട്ടിക്കിളിന് പോസിബിൾ ആയ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഹോൾ പവർ n ആണ്. ഇത്ര ഓർത്തിരിക്കുക. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഓഫ് ദ ഫേസ് സ്പേസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. ഇക്വേഷനെ പറയുകയാണെങ്കിൽ VQI into VPI ഡിവൈഡഡ് ബൈ h പവർ f. h പവർ f എന്താണെന്ന് അറിയാലോ? ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് അടുത്ത പോയിന്റ് ആണ്. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ G ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. എപ്പോഴും G ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. Density of this G, which is equal to d omega. നമ്മൾക്ക് എപ്പോഴും വേരി ചെയ്യുന്നത് മൊമെന്റം ആയിരിക്കും. Then which is equal to VQI into dVPI divided by h power f. ഇതായിരിക്കും. ഈ ഇക്വേഷൻ കണ്ടുപിടിക്കണ്ട, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതായിരിക്കും ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. നമ്മൾ എപ്പോഴും കാണുന്ന പ്രോബ്ലം, പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ്. പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ്. പൊട്ടൻഷ്യൽ എന്താ? 0. എനർജി അപ്പൊ എന്തായിരിക്കും? p²/2m. ഇതിൽ നിന്ന് P എഴുതിയാൽ എന്ത് കിട്ടും? P ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √2m എന്ന് കിട്ടില്ലേ? ഇനി നമ്മള് പാർട്ടിക്കിളിന്റെ വൺ ഡയമെൻഷണൽ ബോക്സ് ഓഫ് ലെങ്ത് L എന്ന് എഴുതിക്കാം കേട്ടോ. ഓഫ് ലെങ്ത് L. ഓക്കെ, ഇതിന്റെ ഫേസ് സ്പേസ് ഡയഗ്രം ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇത് വൺ ഡയമെൻഷണൽ പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ആകെ
ഒരു പൊസിഷനും ഒരു മൊമെന്റോ ഉണ്ടാവുള്ളൂ. ആ ബോക്സിന്റെ ലെങ്ത് 0 to L ആണ്. നമുക്ക് പൊസിഷനിൽ 0 മുതൽ L വരെ മാർക്ക് ചെയ്യാം. ആ മൊമെന്റം എവിടെ മുതൽ എവിടം വരെയാണ്? ±2 വരെ. ഇതാ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. -2 ME +2 ME. ദെൻ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇത്രേ ഉള്ളൂ പാർട്ടിക്കിളിനെ 1 ഡയമെൻഷണൽ ബോക്സിന്റെ ഗ്രാഫ്. ഞാനിവിടെ എന്താ ചെയ്തേ? ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടിക്കിളിനെ 1 ഡയമെൻഷണൽ ബോക്സിൽ പൊട്ടൻഷ്യൽ 0 ആണ്, ആ ലെങ്തിലെ 0 to L വരെ. ദെൻ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് p²/2m മാത്രമാണ്. അതിൽ നിന്ന് മൊമെന്റം നമുക്ക് എഴുതാം ±2 ME. അത് വെച്ച് ഞാൻ ഒരു ഗ്രാഫും വരച്ചു. ഇത്ര ചെയ്തിട്ടുള്ളൂ. ഈ ലൈൻ എപ്പോഴും ചിലപ്പോൾ ഡോട്ടഡ് ലൈൻ ആയിരിക്കും കേട്ടോ. ഈ ലൈന് അത് വലിയ കാര്യമൊന്നുമില്ല. ദെൻ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താ? ഇവിടെയുള്ള പൊസിഷൻ, ഇത് നമ്മളെ വോളിയം, ഇത് 2p ആണ്. 2p. ഇത് ലെങ്ത്, അതായത് പൊസിഷന്റെ വോളിയം ഓക്കെ ഇൻറ്റു ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ പൊസിഷന്റെ വോളിയം ഇൻറ്റു മൊമെന്റത്തിന്റെ വോളിയം. പൊസിഷൻ ഇവിടെ 0 to L, L ഇൻറ്റു 2p. വോളിയം അത്രയല്ലേ ഉള്ളൂ. വോളിയം എന്നുള്ള കൺസെപ്റ്റ്, ഏരിയ എന്നുള്ള കൺസെപ്റ്റ് അത്രേ ഉള്ളൂ. അതായത് നമ്മൾ 1 ഡയമെൻഷണൽ വോളിയം എന്ന് പറയുന്നതാണ് ലെങ്ത്, 2 ഡയമെൻഷണൽ വോളിയം എന്ന് പറഞ്ഞാണ് ഏരിയ. ഓക്കെ, ലെങ്ത് ഇൻറ്റു 2p. ഇനി എന്താ? ദെൻ അതല്ല, നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്. സിംഗിൾ പാർട്ടിക്കിൾ ആണെങ്കിൽ എന്താണ്? ഇപ്പൊ കണ്ടുപിടിച്ച ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ, ഇത് 1 ഡയമെൻഷണൽ പ്രോബ്ലം ആണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്, h. അതായത് ഈ ലെങ്ത് ഞാൻ എടുത്താ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 × 2m എഴുതാം, √2me. ഈ √2me എന്ന് പറഞ്ഞാൽ p അല്ലേ. ഞാൻ ഇത് മൊമെന്റത്തിന്റെ ടേംസിൽ കാണിച്ചു എന്നേ ഉള്ളൂ. അതായത് ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത്, നമ്മൾ ഏരിയ പറയുമ്പോൾ ഇത് ഇൻറ്റു ഇതല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇത്രേ ഉള്ളൂ. ഈ 2p എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ്. 2 × 2me എന്ന് വേണമെങ്കിൽ പറയാം. ഞാനത് മൊമെന്റത്തിന്റെ ടേംസിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന്റെ അവിടെ നിങ്ങൾ ഒരു ഡെഫിനേഷനും കൂടെ എഴുതിക്കോട്ടോ. It is the number of accessible is the number of accessible states. Is the number of accessible states in the range p plus dp. ഒരു ചെറിയ മൊമെന്റത്തിൽ ഒരു ചെറിയ ഡിഫറൻസ് വരുമ്പോൾ ആ സ്റ്റേറ്റ് നമ്മളൊരു E plus delta യിലുള്ള എനർജി വാല്യൂസ് അങ്ങനെ പറയില്ലേ, അത്രേ ഉള്ളൂ. നമ്പർ ഓഫ് accessible states in the range p plus dp or E plus de അല്ലെങ്കിൽ അത് മതി, E plus dp. ദെൻ ഇവിടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് d ഒമേഗ എന്ന് പറയുന്നത് 2ഉം Lഉം കോൺസ്റ്റന്റ് ആണ്, അടിയിൽ Hഉം കോൺസ്റ്റന്റ് ആണ്, dp ഇതാണ്.
ഇനി ഞാൻ okay, that is density of state d omega is proportional to dp എന്ന് കിട്ടി ഈ കേസിലെ. Then ഇത് വെച്ച് നമുക്കൊരു ജനറൽ ഫോം എഴുതാം. റിലേറ്റിവിസ്റ്റിക് ആൻഡ് നോൺ റിലേറ്റിവിസ്റ്റിക്. റിലേറ്റിവിസ്റ്റിക് and non-relativistic. റിലേറ്റിവിസ്റ്റിക് കേസിലെ എനർജി എന്ന് പറയുന്നത് പി സി ആണ്. നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ എനർജി എന്ന് പറയുന്നത് പി സ്ക്വയർ ബൈ 2m ആണ്. പൊട്ടൻഷ്യൽ സീറോ എന്നുള്ള അല്ലെങ്കിൽ റെസ്റ്റ് മാസ് എനർജി സീറോ എന്നുള്ള കൺസെപ്റ്റ് എടുത്തിട്ടാണ് റിലേറ്റിവിസ്റ്റിക് കേസിൽ ഞാൻ റെസ്റ്റ് മാസ് എനർജി സീറോ എന്ന് എടുത്തു. നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ പൊട്ടൻഷ്യൽ ഞാൻ സീറോ എന്ന് എടുത്തു. ആ കൺസെപ്റ്റ് അല്ല, നമ്മൾ മൊമെന്റവും എനർജിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഞാൻ കണ്ടെത്താൻ പോകുന്നത്. നമുക്ക് പൊസിഷന്റെ ആവശ്യമില്ല, അത്രേ ഉള്ളൂ. Then DE equal to dp into c, ഒരു കോൺസ്റ്റന്റ്. ഇവിടെയോ DE equal to 2p by 2m into dp. ഞാൻ ഇതിനൊക്കെ അപ്പുറത്തോട്ട് ഉണ്ടായാല് dp equal to dp proportional to de, അത്രയും മതി. dp proportional to de. ഇവിടെയോ ഈ പിയില് എനർജി ഉണ്ട്, p equal to √2me. Then dp is proportional to e power 1 by 2 de. ഇങ്ങനെ കിട്ടും, e power minus 1 by 2. അതെ, e power minus 1 by 2. അതായത് ഈ പീനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ട് ഈ പീനെ ഇതിൽ നിന്ന് p equal to √2m എന്ന് കിട്ടൂലോ. Then dp is proportional to e power minus 1 by 2 de. ഇത് നമ്മൾ ഏത് കേസാ പറയുന്നത്? വൺ ഡയമെൻഷണൽ കേസാണ്. വൺ ഡയമെൻഷണൽ കേസ് എന്ന് പറഞ്ഞാൽ ഫേസ് സ്പേസിൽ ഒരു പൊസിഷനും ഒരു മൊമെന്റോ. ഇവിടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി എന്ന് കിട്ടും. ഇവിടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ പവർ മൈനസ് 1 by 2 ഡി എന്ന് കിട്ടും. അതായത് ഇതൊന്നുകൂടെ പറയുകയാണെങ്കിൽ ഡി അല്ല, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ പവർ 0 എന്ന് കിട്ടും. ഇവിടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ പവർ മൈനസ് 1 by 2. ഞാൻ ഒരു റിസൾട്ടിലേക്കാണ് വരുന്നത്. ആ റിസൾട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇത് വൺ ഡയമെൻഷണൽ കേസാണ്. സിമിലർലി 2 ഡയമെൻഷണൽ കേസ് ചെയ്ത് നോക്കാം. 2D കേസ്. 2D കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പൊസിഷൻ കോർഡിനേറ്റ് വേണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. 2 ഡയമെൻഷൻ ആവുമ്പോൾ എക്സും വൈയും വേണം, അത്രേ ഉള്ളൂ. Then വോളിയം അല്ലെങ്കിൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് വി ക്യു ഇൻറ്റു വി പി ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ. Then വി ക്യു ആയിട്ട് തന്നെ കിടന്നോട്ടെ, നമുക്ക് ആവശ്യമില്ല. ഇൻറ്റു വി പി എന്ന് പറയുന്നത് ഒരു ഏരിയ വരും, പി സ്ക്വയർ.
ഡിവൈഡ് ബൈ h സ്ക്വയർ. അതായത് ഇതൊരു ഏരിയ ആണ്. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലേ, മൊമെന്റത്തിലുള്ള ഏരിയ. നിങ്ങൾക്ക് പൈ പി സ്ക്വയറിനോ അല്ലെങ്കിൽ ഏത് ഏരിയ വേണമെങ്കിലും എടുക്കാം, സർക്കിളിന്റെ ഏരിയ എടുക്കാം. ഞാൻ വെറുതെ ഒരു ഏരിയ എടുത്തു, പി സ്ക്വയർ. നമുക്ക് അവസാനത്തെ റിസൾട്ട് മാത്രം അറിഞ്ഞാൽ മതി. ഡിവൈഡ് ബൈ 2 ഡയമെൻഷനിലാവുമ്പോൾ അടിയിലത്തെ വോളിയം എന്ന് പറഞ്ഞാൽ h സ്ക്വയർ. Then d omega equal to proportional to, വേറൊന്നും വേണ്ട, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് പ്രൊപ്പോർഷണൽ ടു 2p dp എന്ന് കിട്ടും. ഈ ഡി പിനെ നമുക്ക് റിലേറ്റിവിസ്റ്റിക് കേസും നോൺ റിലേറ്റിവിസ്റ്റിക് കേസും എടുത്താൽ, റിലേറ്റിവിസ്റ്റിക് നോൺ റിലേറ്റിവിസ്റ്റിക് റിലേറ്റിവിസ്റ്റിക് കേസിൽ ഡി പി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഇ ആയിരുന്നു. പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ ആയതുകൊണ്ട് then d omega equal proportional to e d e എന്ന് കിട്ടും. അതായത് റിലേറ്റിവിസ്റ്റിക് കേസ് എന്ന് പറഞ്ഞാലേ എനർജി ഈക്വൽ ടു പി സി അല്ലേ. നമ്മൾ റെസ്റ്റ് മാസ് എനർജി 0 എന്ന് എടുത്താല് പി സി ആണ്. അപ്പം പി is directly proportional to E, dp is directly proportional to dp. നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് ആണെങ്കിൽ ഇത് എങ്ങനെ വരും? d omega proportional to നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് നോട്ടെ, p is proportional to root e and dp is proportional to e power minus 1 by 2 de. അതായത് p is proportional to root e, dp is proportional to e power minus 1 by 2 de. Then d omega എന്ന് പറയുന്നത് proportional to e power 0 de എന്ന് കിട്ടും. എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ p is directly proportional to e power 1 by 2 ആണ്. ഇവിടുന്ന കിട്ടിയത് p is directly proportional to e power 1 by 2, dp is directly proportional to e power minus 1 by 2. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. Then 3D കേസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിക്കേ. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ പൊസിഷൻ മൾട്ടിപ്ലൈഡ് ബൈ വോളിയം ഓഫ് ദ മൊമെന്റം ഡിവൈഡഡ് ബൈ h പവർ 3 ആണ്. 3 ഡയമെൻഷൻ ആകുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആയിരിക്കും. പി ക്യൂ നമുക്ക് ആവശ്യമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ എടുത്തു. എച്ച് ക്യൂബ് അങ്ങനെ തന്നെ എടുത്തു. ഇത് വി പി മൊമെന്റത്തിലുള്ള വോളിയം എന്ന് പറഞ്ഞാൽ പി ക്യൂബ് വരും. പി ക്യൂബ് ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആയതുകൊണ്ട് 3 മൊമെന്റം കോർഡിനേറ്റ്സ് ഉണ്ടാവും. അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ P1 into P2 into P3. നമ്മൾ അതിനെ പി ക്യൂബ് എടുത്തു. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് d omega പ്രൊപ്പോർഷണൽ ടു 3p സ്ക്വയർ dp എന്ന് കിട്ടും. സിമിലർലി റിലേറ്റിവിസ്റ്റിക്കും നോൺ റിലേറ്റിവിസ്റ്റിക്കും ആയിട്ട് തിരിക്കാം. d omega proportional to e square de. d omega proportional to e power 1 by 2 whole square e power minus 1 by 2 de കേട്ടോ. That is d omega proportional to e power 1 by 2 d കേട്ടോ. ഇതിൽ നിന്ന് നമ്മളൊരു ജനറൽ ഫോർമുല ഉണ്ടാക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് ജനറൽ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. നമുക്കൊന്ന് നോക്കാം.
നിങ്ങൾക്ക് തന്നെ ജനറൽ ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ വലിയ കാര്യമില്ല. നോൺ റിലേറ്റിവിസ്റ്റിക്, റിലേറ്റിവിസ്റ്റിക്, 1 dimensional കേസ്, 2 dimensional കേസ്, 3 dimensional കേസ്. ഓക്കെ, നിങ്ങളൊന്ന് മറിച്ചേ. 1 dimensional കേസിൽ എന്തായിരുന്നു? ഡി ഒമേഗ പ്രൊപ്പോർഷണൽ ടു ഇ പവർ 0. അടുത്തതോ 2 dimensional കേസ്. ആദ്യം നോൺ റിലേറ്റിവിസ്റ്റിക് തിരിഞ്ഞു പോയോ? ഓക്കെ, തിരിഞ്ഞു പോയി. ഇ പവർ 1/2 ആണ്. ഇ പവർ 1/2. അടുത്ത ആദ്യം നോൺ റിലേറ്റിവിസ്റ്റിക് എഴുതാം. ഡി ഒമേഗ പ്രൊപ്പോർഷണൽ ടു 2 dimensional നോൺ റിലേറ്റിവിസ്റ്റിക് ഇ പവർ -1/2 അല്ലേ? ഇ പവർ -1/2. തെറ്റി പോകുമ്പോ ഒന്ന് പറഞ്ഞ കേട്ടോ. ഇ പവർ -1/2. സെക്കൻഡ് കേസിൽ ഡി ഒമേഗ പ്രൊപ്പോർഷണൽ ടു ഇ പവർ 0. തേർഡ് കേസിൽ ഡി ഒമേഗ പ്രൊപ്പോർഷണൽ ടു ഇ പവർ 1/2 കിട്ടി. റിലേറ്റിവിസ്റ്റിക്കിലോ ഡി ഒമേഗ പ്രൊപ്പോർഷണൽ ടു ഇ പവർ, ഫസ്റ്റ് കേസ് 0 ആയിരുന്നു. ഡി ഒമേഗ പ്രൊപ്പോർഷണൽ ടു ഇ പവർ 1 കിട്ടി. ഡി ഒമേഗ പ്രൊപ്പോർഷണൽ ടു ഇ പവർ 2 കിട്ടി. ഞാൻ ഇതിൽ നിന്ന് ഒരു കൺക്ലൂഷൻ എഴുതാൻ പോവാം. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് പ്രൊപ്പോർഷണൽ ടു നമ്മൾ ജി ഓഫ് ഇന്ന് റെപ്രസെന്റ് ചെയ്യൂ കേട്ടോ. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിനെ ജിന്ന് റെപ്രസെന്റ് ചെയ്യും. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് പ്രൊപ്പോർഷണൽ ടു ഇ പവർ ഡി ബൈ എസ് -1. പുട്ട് ഇറ്റ് ഇൻ എ ബ്രാക്കറ്റ്. നല്ലൊരു ഇക്വേഷൻ ആണ്, നിങ്ങൾക്ക് പലപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യും. Density of state is proportional to e power d by s -1. Density of state ഇക്വേഷൻ മറന്നുപോയാൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഒക്കെ അറിയാലോ. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡി ഒമേഗ ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ ഫേസ് സ്പേസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. അത് വെച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ചെയ്താൽ കിട്ടും. ഫസ്റ്റ് കേസ് നോക്ക്. ഡി എന്ന് പറഞ്ഞാലേ ഓക്കെ മുഴുവൻ പറഞ്ഞില്ല. ഡി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. 1 dimensional കേസിലെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1, 2 dimensional കേസിലെ ഡിഗ്രി ഓഫ് ഫ്രീഡം 2, 3 dimensional കേസിലെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3. എസ് എന്ന് പറഞ്ഞാലേ റിലേറ്റിവിസ്റ്റിക് ആണോ നോൺ റിലേറ്റിവിസ്റ്റിക് ആണോ എന്നാണ് ചോദിച്ചത്. എസ് എന്ന് പറഞ്ഞാല് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇതിന്റെ രണ്ടിന്റെ നടുക്കായിട്ട് എഴുതുക. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു പി പവർ എസ്. നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു പി സ്ക്വയർ ആയിരുന്നു അല്ലേ? അതെ ആയിരുന്നു. ഇനി ഫസ്റ്റ് 1 dimensional എടുത്തേ. ഡിഗ്രി ഓഫ് ഫ്രീഡം പ്രൊപ്പോർഷണൽ ടു ഇ പവർ 1 dimension ആകുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ഡിവൈഡ് ബൈ എസ്. എസ് എന്ന് പറഞ്ഞാൽ പിയുടെ പവർ 2 -1. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ പവർ -1/2. അങ്ങനെയാണ് ഇത് ഓരോന്നും കിട്ടുക. എസ് എന്ന് പറഞ്ഞാല് മൊമെന്റത്തിന്റെ പവർ ആണ്. മൊമെന്റവും എനർജിയും തമ്മിലുള്ള റിലേഷനിലെ മൊമെന്റത്തിന്റെ പവർ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എവിടെയെങ്കിലും മിസ്സാവോ എന്തെങ്കിലും ചെയ്തോ? ഇക്വേഷൻ എന്തായാലും ഓർത്തിരിക്കണം. ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ല, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ജി ഓഫ് ഇ ഡി എന്ന് ഇടയ്ക്ക് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ജി ഓഫ് ഇ ഡി പ്രൊപ്പോർഷണൽ ടു ഇ പവർ ഡി ബൈ എസ് -1. അതിൽ ഡി എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. എസ് എന്താണ്? ആ പിയുടെ പവർ ആണ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇനിയും കുറെ ആവശ്യം വരും ഈ
സംഭവം. നമ്മള് ഫേസ് സ്പേസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെ ഈ കേസിൽ പി ക്യൂബ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ മൊമെന്റം അല്ലേ, മറ്റേ പി സ്ക്വയർ പിന്നെ പി എന്ന് എടുത്തോ. നമ്മൾ സാധാരണ ഒരു സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആണ് ജനറലി എടുക്കാറ്. ഇപ്പൊ നമ്മൾ വോളിയം എന്ന് പറഞ്ഞാലേ 4/3 πr ക്യൂബ് എന്ന് എടുക്കാറുള്ളൂ. ഇത് വെച്ചൊരു ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മള് വോളിയം ഓഫ് ദ മൊമെന്റം സ്പേസ് എന്ന് പറഞ്ഞാൽ 4/3 π പി ക്യൂബ് എന്ന് എടുക്കും. അങ്ങനെ എടുക്കൂട്ടോ ചില കേസില്. ഞാനിവിടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി പി ക്യൂബ് എന്ന് എടുത്തോന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ എടുക്കുക സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. അതിലെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 π പി ക്യൂബ്. ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഡൗട്ട് ആർക്കും ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഫേസ് സ്പേസിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. പ്രോപ്പർട്ടീസ് ഓഫ് ഫേസ് സ്പേസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, d rho by dt equal to 0. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൻസിറ്റി ഇൻ ഫേസ് സ്പേസ് ഇസ് 0. ഒന്നുകൂടെ പറഞ്ഞാൽ ഡെൻസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ് ഇൻ ഫേസ് സ്പേസ്. ഡെൻസിറ്റി ഓഫ് ഫേസ് സ്പേസ് remains constant with respect to time. അടുത്തത്, no two trajectories in phase space. Okay, അങ്ങനെ വേണ്ട. Trajectories in phase space never intersect. Trajectories in phase space never intersect. Trajectories in phase space never intersect. ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതുക, momentum position. Not possible. അടുത്തത്, ഇനി നമുക്ക് ഒന്ന് രണ്ട് ഫേസ് സ്പേസ് ഡയഗ്രാം വരയ്ക്കണം. നിങ്ങൾ ഓൾറെഡി ഒരെണ്ണം വരച്ചു, 1 ഡയമെൻഷണൽ ബോക്സിന്റെ വരച്ചു.
ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ വരച്ചു നോക്കാം. Hello, Moto. Okay. Linear harmonic oscillator. അതിന്റെ ഫേസ് സ്പേസ് ഡയഗ്രം ആണ് വരയ്ക്കാൻ പോകുന്നത്. ഫേസ് സ്പേസ് ഡയഗ്രം. ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി എന്താ? ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. പൊട്ടൻഷ്യൽ ഈക്വൽ ടു നമ്മൾ ജനറലി പറയുക ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. എന്തിലാവട്ടെ, ഹാഫ് കെ എക്സ് സ്ക്വയർ. ദെൻ എനർജി എന്ന് പറയുന്നത് പി സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഞാൻ ഇനെ അപ്പുറത്തേക്ക് എടുത്തു. ദെൻ 1 ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2k 2m ഇ 2k ഇ ഇങ്ങനെ എഴുതി. ഇതിന്റെ എല്ലാതിന്റെയും കോഎഫിഷ്യന്റ് അടിയിലേക്ക് ഉണ്ട്. ഈ സാധനം എന്താ ഈ സാധനം? എലിപ്സ്. എലിപ്സിന്റെ ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ ഇതൊരു ഫേസ് സ്പേസിലെ എലിപ്സ് ആണ് ഈ സാധനം. ഫേസ് സ്പേസിലെ. ഇനി ഇതിന്റെ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. ഓക്കെ, എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, നമുക്കിത് എലിപ്സ് ആയിട്ട് കിട്ടി. ദെൻ ഓക്കെ, നമുക്കപ്പോ അതിന്റെ എയും ബിയും കണ്ടെത്തണം. എയും ബിയും കണ്ടെത്താം. പി സ്ക്വയർ ബൈ 2me പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2e/k അല്ലേ? 2e/k ആണ്. അതായത് ആ ഇനെ ഞാൻ അപ്പുറം കൊണ്ടുപോയതാണ്. 2e/k. ഈ കെനെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് എടുത്തു. ഇനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോ അതിന്റെ ഡിനോമിനേറ്റർ 2e/k ആണ്. p square by 2me whole power 1/2 whole square 2e/k whole power 1/2 whole square which is equal to 1. ഇതാണ് ഇക്വേഷൻ ഓഫ് എലിപ്സ്. then a equal to root of 2m എന്ന് കിട്ടും. b equal to root of 2e/k എന്ന് കിട്ടും. then അതിന്റെ ഫേസ് സ്പേസ് ഡയഗ്രം വരച്ചാലോ? മൊമെന്റം, പൊസിഷൻ, ഒരു എലിപ്സ് കിട്ടും. എക്സ് ആക്സിസിലുള്ള കോർഡിനേറ്റ് എന്ന് പറഞ്ഞാല് ഇതെന്ന് പറഞ്ഞാല് കണ്ട ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2e/k ആണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൈനസ് റൂട്ട് ഓഫ് 2e/k ആണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2me ആണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൈനസ് റൂട്ട് ഓഫ് 2me ആണ്.
ഇനി ഒരു കാര്യം ഓർക്കണ്ട, ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ഈ ഫേസ് സ്പേസ് ഡയറത്തിന് ഡയറക്ഷൻ ഉണ്ട്. അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ദെൻ Q പോസിറ്റീവ് ആണെങ്കിൽ പൊസിഷൻ പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാന്ന് പറയുക? അതായത് നിങ്ങൾ ആ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പെന്നിലെ ഒന്ന് കൺസിഡർ ചെയ്യും. അതിന്റെ പൊസിഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കില്ലേ വെലോസിറ്റി? പൊസിഷനെ ഒപ്പോസ് ചെയ്യും ഫോഴ്സ്. അതായത് Q പോസിറ്റീവ് ആണെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെ കൺസെപ്റ്റ് ചെയ്താൽ മതി. ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞാല് സിമ്പിൾ പെൻഡുലം. നമ്മളെ പൊസിഷൻ ഇതിലേക്ക് പോകുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റി. Q പോസിറ്റീവ് ആകുമ്പോൾ മൊമെന്റം നെഗറ്റീവ് ആകും. ഇനി Q നെഗറ്റീവിലേക്ക് പോകുമ്പോൾ മൊമെന്റം പോസിറ്റീവിലേക്ക് പോകും. അതായത് Q നെഗറ്റീവിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഇത്. ഇവിടെയൊക്കെ Q വാല്യൂ ഇതാണ്. Q വാല്യൂ പോസിറ്റീവ് ആണ് ഈ ലൈനിൽ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് Q വാല്യൂ നെഗറ്റീവിലേക്ക് പോവുക. ഇവിടെ 0 ആണല്ലോ, ഇവിടെ നെഗറ്റീവിലേക്ക് പോവുകയാണ് ഈ പോയിന്റ്. ഈ പോയിന്റ് നോക്കിയാൽ മതി. അപ്പോൾ മൊമെന്റം പോസിറ്റീവിലേക്ക് പോകണം. അതായത് മൊമെന്റം ഇങ്ങോട്ട് പോകണം. Q പുറകോട്ട് വരുമ്പോൾ മൊമെന്റം മേളിലേക്ക് പോകണം. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഒന്നുകൂടെ പറയാം. Q വാല്യൂ പോസിറ്റീവിൽ നിന്ന് കുറഞ്ഞ് നെഗറ്റീവിലേക്ക് പോവാണ് Q വാല്യൂ. നിങ്ങൾ അത് ചിന്തിച്ചെടുക്കേണ്ട കാര്യം കേട്ടോ. ഡയറക്ഷൻ എന്തായാലും ഫിഗറിൽ കാണും. ഡയറക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം. Q വാല്യൂ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോവാണ് പൊസിഷൻ. മൊമെന്റ് എന്ത് ചെയ്യും? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകും. Q വാല്യൂ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ മൊമെന്റത്തിന്റെ വാല്യൂ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകും. അതല്ലാതെ എങ്ങനെ മനസ്സിലാക്കി എടുക്കാം എന്നുള്ളത് എനിക്കൊന്നുകൂടെ ആലോചിക്കണം. ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. ഇതാണ് ആ കൺസെപ്റ്റ്. ഒന്നുകൂടെ ആലോചിക്കട്ടെ കേട്ടോ. എനിക്ക് എവിടെയോ ഒരു സ്റ്റെക്ക് പറ്റി, എവിടെയോ എനിക്ക് മിസ്സായിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. ഇതാണ് ഏകദേശം ഗ്രാഫ് വരയ്ക്കുന്ന മനസ്സിലായല്ലോ. ഇതിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുന്ന മനസ്സിലായല്ലോ. പൊട്ടൻഷ്യൽ എടുക്കുക. എനർജി എന്ന് പറഞ്ഞാൽ P²/2m + V. ജനറലി നമ്മൾ എനർജി എന്ന് പറഞ്ഞാൽ P²/2m + V of x അല്ലേ പറയാറ്. അത്രേ ഉള്ളൂ. ദെൻ അതിൽ നിന്ന് നമുക്ക് മൊമെന്റം പൊസിഷൻ ഒരു ഗ്രാഫ് ഉണ്ടാക്കണം. ഞാൻ ആ ഇനെ അപ്പുറം കൊണ്ടുപോയി. അപ്പൊ നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടി. അത് ഇക്വേഷൻ ഓഫ് എലിപ്സ് ആണ്. ഞാൻ അത് വെച്ചൊരു എലിപ്സ് വരച്ചു.
അതിന്റെ ഡയറക്ഷൻ ഞാൻ പറയാം. ഇനി അടുത്ത കേസ് എലാസ്റ്റിക് കൊളീഷൻ. എലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോൾ വന്ന് ഇടിക്കുക, തിരിച്ച് അതേ പൊസിഷനിലേക്ക് വീണ്ടും പോവുക. ബോൾ വന്ന് ഒരു സർഫസിൽ ഇടിച്ചു, തിരിച്ച് അതേ പൊസിഷനിലേക്ക് പോയി. ബോളിന്റെ മാസ് m, വന്നിടിച്ച വെലോസിറ്റി u, തിരിച്ചു പോയ വെലോസിറ്റി. എലാസ്റ്റിക് കൊളീഷൻ ആൻഡ് എനർജി ലോസോ മൊമെന്റ് ലോസോ ഒന്നുമില്ല, un. ദെൻ എനർജി എന്ന് പറയുന്നത് p²/2m പ്ലസ് mgh ആണ്. ഇത് കൈനറ്റിക് എനർജിയുടെ ടേം, ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ടേം. അറ്റ് q = 0, അതായത് ഇവിടെ നമ്മൾ വന്ന് ആ സർഫസിൽ വന്ന് ഇടിക്കുന്ന ടൈമില് അപ്പൊ എന്താ, പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും, കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതായിരിക്കും ടോട്ടൽ എനർജി, = p²/2m. അറ്റ് കൈനറ്റിക് എനർജി = 0, അതായത് മൊമെന്റ് = 0, അതായത് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ, then E = mgh. ഇത് വെച്ച് നിങ്ങൾക്കൊരു ഗ്രാഫ് വരയ്ക്കാം. മൊമെന്റം, പൊസിഷൻ, ഇതെന്ന് പറഞ്ഞാൽ പൊസിഷൻ മാക്സിമം ആവുന്ന ടൈം, ഈ ടൈമേ. അപ്പൊ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. പൊസിഷൻ മാക്സിമം ആവുമ്പോൾ പൊസിഷൻ h ആവുമ്പോൾ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ദെൻ പൊസിഷൻ താഴത്തോട്ട് വരുവാണ് ബോള്. ബോൾ താഴത്തോട്ട് വരുന്നു. ബോൾ താഴത്തോട്ട് വരുന്തോറും ഓക്കെ വെലോസിറ്റി കൂടി കൂടി വരും. ഇവിടെ ഒന്ന് ഇടിക്കും, വെലോസിറ്റി മാക്സിമം ആവും. വെലോസിറ്റി മാക്സിമം ആവുമ്പോൾ പൊസിഷൻ 0യിലേക്ക് വരും. പിന്നീട് ഇവിടെ എന്താ സംഭവിക്കുന്നത്, വെലോസിറ്റി നേരെ ഓപ്പോസിറ്റ് തിരിയും, മൊമെന്റം അപ്പം ഓപ്പോസിറ്റ് സൈൻ ആവും, കൂടി കൂടി വരും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ആദ്യം പൊസിഷൻ മാക്സിമം ആയിരുന്നു ഈ പോയിന്റ്, അത് കഴിഞ്ഞിട്ട് ബോൾ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബോൾ താഴത്തേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടും, കൈനറ്റിക് എനർജി കൂടും, അല്ലെങ്കിൽ മൊമെന്റം കൂടും. മൊമെന്റം ഇപ്പൊ ഇവിടെ മാക്സിമം എത്തി. മൊമെന്റം മാക്സിമം എത്തുന്ന സമയത്ത് പൊസിഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും, അല്ലെ? ഈ പോയിന്റിൽ പൊസിഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വെലോസിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്, വെലോസിറ്റി കറങ്ങി വരുമല്ലോ, അവിടെ വന്ന് ഇടിച്ച അപ്പൊ വെലോസിറ്റി തിരിയും. അതാണ് ഈ ഇത് കാണിച്ചേക്കുന്നത്. ഇത് ഒറ്റ തിരിക്കലാണ്. -2m +2m പെട്ടെന്ന് തിരിയും. ഇത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ വരും. ഇതാണ് എലാസ്റ്റിക് കൊളീഷന്റെ പൊസിഷൻ മൊമെന്റം ഗ്രാഫ്. ഈ ഡയറക്ഷൻ വരുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം. എനിക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് അല്ല, കറക്റ്റ് ആണ്, പക്ഷെ എനിക്ക് എങ്ങനെയാ പറയാന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായോ ഫേസ് സ്പേസ് വരയ്ക്കാൻ? നമുക്ക് ആ ഫേസ് സ്പേസ് ഡയഗ്രാം, പൊസിഷൻ മൊമെന്റം ഡയഗ്രത്തിൽ ഒരു ഇക്വേഷൻ കണ്ടെത്തണം. ഫസ്റ്റ് കേസിൽ നമ്മൾ ഇക്വേഷൻ കണ്ടെത്തിയത് എലിപ്സിന്റെ ഇക്വേഷൻ കിട്ടി. എലാസ്റ്റിക് കൊളീഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. മൊമെന്റം മാക്സിമം ആവുമ്പോൾ പൊസിഷൻ മിനിമം ആവും, പൊസിഷൻ മിനിമം ആവുമ്പോൾ മൊമെന്റം മാക്സിമം. ആ റിലേഷൻ വെച്ച് ഞാൻ വരച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, ഏറ്റവും അവസാനത്തെ ഡയറക്ഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, എന്നാ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ മറിച്ച് നോക്കണ്ട, മറിച്ച് നോക്കാതെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നോക്കിയേ എന്തൊക്കെ പറഞ്ഞു. നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് ഫേസ് സ്പേസ് ഡയഗ്രം തന്നെയാണ്. വേറെ ഒന്നും അധികത്തെ കുറച്ച് നോട്ട്സേ ഉള്ളൂ, അത് വലിയ കാര്യമില്ല. ഫേസ് സ്പേസ് ഡയഗ്രം ആണ്. നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഫേസ് സ്പേസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ഓക്കെ, അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിൽ ഞാൻ ഒരു റിലേഷൻ എഴുതി തന്നു, അത് മറക്കരുത്. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ പവർ ഡി ബൈ എസ് മൈനസ് 1. ഇ പവർ ഡി ബൈ എസ് മൈനസ് 1. അതിൽ ഡി എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം. എസ് എന്താണ്? എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷനിൽ മൊമെന്റത്തിന്റെ പവർ എസ്, ഈ പ്രൊപ്പോർഷണൽ ടു പി പവർ എസ്. അതേ ഉള്ളൂ. പിന്നെ ഫേസ് സ്പേസ് എങ്ങനെയാ വരയ്ക്കുക എന്നുള്ള ഏകദേശം ഇത് ഡയറക്ഷൻ ഞാൻ നോക്കട്ടെ, അടുത്ത ദിവസം പറഞ്ഞുതരാം. ദെൻ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. നാളെ രാവിലെ 6 മണിക്ക് സാധാരണ ഉള്ള പോലെ ക്ലാസ് ഉണ്ട്.